അമ്പോ നിർത്ത് പോണ നോക്കി ഈ ഒരു കാറ് പോകുന്നുണ്ടോ? സംഭവം ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഈ ഒരു കുന്ന് കയറി പോകുന്നത്. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പേടിയാവും. കാരണം 10, 20, 25 നിലയുള്ള കെട്ടിടത്തിന്റെ അതിന് മുകളിലൂടെയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ നോക്കി കഴിഞ്ഞാൽ പൊന്നു മോനെ ഫുൾ ഗ്ലാസ് ആണ്. മലേഷ്യ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ പോകുന്ന കേബിൾ കാർ. അത്രയ്ക്ക് സംഭവമാണ്. മലേഷ്യയിലെ ജെൻഡിങ് ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു കേബിൾ കാറിൽ കയറുന്നതിനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് വേണം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി. റിട്ടേൺ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലാണ് തിരിച്ച് ഇതേ കേബിൾ കാറിൽ തന്നെ നമുക്ക് വരാനും പറ്റുള്ളൂ. ചെക്ക് ഒക്കെ ചെയ്ത ശേഷം നീണ്ട ക്യൂ ആണ് കേട്ടോ. ഈ സംഭവം നിർത്തില്ല. പതിയെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തന്നെ ഓടിച്ചെന്ന് കയറി ഇതിന്റെ അകത്ത് കയറിയിരിക്കണം കേട്ടോ. അത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. അതിനുശേഷം ഈ സാധനം അങ്ങ് പറക്കുവാണ്. ഈ കാണുന്ന ഒരു വീലിലാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. കയറിയ സ്റ്റേഷനിൽ നിന്നും കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ സ്പീഡിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് റോഡും അതുപോലെ തന്നെ മലനിരകളും ഒക്കെ നല്ല രീതിയിൽ കാണാം. ഓരോ സെക്കൻഡിലും നമ്മൾ ഭൂമിയിൽ നിന്ന് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് സ്റ്റേഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധന്റെ ക്ഷേത്രവും അവിടെ കുറെ ചൈനീസ് ഡെവലപ്മെന്റും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ഇതാണ് ആ ഒരു ടെമ്പിളിലേക്കുള്ള വേ. അതിൽ സ്റ്റെപ്പിന് പകരമായിട്ട് ഒരുപാട് എസ്കലേറ്ററുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൈനയിലെത്തിയ അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. കേബിൾ കാറിന്റെ പോയിന്റുകൾ തീർന്നിട്ടില്ല. ഇനിയും മുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ ഒരു ടെമ്പിളിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇനി വരുന്ന ഒരു എപ്പിസോഡിൽ ഇടാട്ടോ. അപ്പൊ ഇനിയും നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയിട്ട് വീണ്ടും ഉയരങ്ങളിലേക്ക് പോവാണ്. ഇനിയും ഉണ്ട് ഒരു സ്റ്റേഷൻ. മുകളിലേക്ക് പോകുന്നതോറും ഹൈറ്റ് കൂടിക്കൂടി വരുവാണ്. 10, 25 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലും അമ്യൂസ്മെന്റ് പാർക്കും മാളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു മലയുടെ മുകളിലുള്ള ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത്.